ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെ 80ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷവും ഇങ്ങെത്തില്ലേ. എന്തായാലും എൻ്റെ പണികളൊക്കെ കഴിക്കണം. മോക്കൊരു പാട്രിയോട്ടിക് സോങ്ങും പിന്നെ നമ്മുടെ സാധാ അസംബ്ലിയും അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. ഞാനാണെങ്കിലും SMCയിലൊരു മെമ്പറും കൂടി ആയതുകൊണ്ട് എന്തായാലും നിർബന്ധമായി പോകണം. അങ്ങനെ അലക്കാനുള്ളതൊക്കെ അലക്കി ഉണക്കി പുട്ടും ചെറുപയർ കറിയും കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ കഴിച്ചതാ എല്ലാവരും സെറ്റായിട്ട് പോകാം കേട്ടോ. അപ്പോഴേക്ക് ഇതാ കൊടി ഇന്ത പരുവത്തിലാക്കി എൻ്റെ മകാന് നേരെ വിട്ടിട്ടോ. ഞങ്ങളവിടെ ഇറക്കി തന്നിട്ട് സിയാദക്കാക്ക് എന്തോ അത്യാവശ്യ കാര്യത്തിന് പോകും. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ പാട്ട് കാണാൻ അവിടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നെ അവിടെ എത്തുമ്പോഴത്തേനും 9 മണിക്കാണ് ഫ്ലാഗ് ഉയർത്തുമെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ എത്തലും ഒരു 2-3 മിനിറ്റിൻ്റെ വ്യത്യാസം നമ്മുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. എന്തായാലും ഞങ്ങൾ കുറച്ചൊന്ന് നേരം വൈകി. പക്ഷേ ഇന്നലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു മക്കളൊക്കെ കുറവായിരിക്കും, അതുകൊണ്ട് പായസമൊന്നും വേണ്ടെന്ന്. കറക്റ്റ് അതുപോലെ തന്നെ കേട്ടോ, വളരെ കുറവാണ് കേട്ടോ മക്കളൊക്കെ വന്നത്. അതുകൊണ്ട് നമ്മുടെ മിൽമേൻ്റെ പേട കൊടുക്കും, മിഠായിയാക്കി പേട വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അത് എത്രയോ നന്നായിട്ടോ, കാരണം ആ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒക്കെ ബാക്കിയുള്ള അത്ര ഇല്ല, ഒരു തിക്നെസ് ഒന്നും ഇല്ല, വളരെ കുറവ്, എന്തൊക്കെയോ ഒരു ഇതുപോലെ. കാരണം അത്രയും മക്കൾ കുറവാണ് എക്സാം ആയതുകൊണ്ട് എന്നൊക്കെ. പിന്നെ നമ്മൾ JRCൻ്റെ പുതിയ കുട്ടികൾക്കൊക്കെ അവരുടെ യൂണിഫോമിൻ്റെ സംഭവം കൊടുക്കലും അങ്ങനെ പിന്നെ ഫ്ലാഗും എല്ലാ കാര്യങ്ങളും ദേശഭക്തിഗാനവും അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റായി നിൽക്കാം കേട്ടോ. അത് ഒന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇതാക്കുമ്പോഴത്തേന് നല്ല പൊരിഞ്ഞ മഴ. എൻ്റെ പൊന്നേ, ഈ ഒരു അസംബ്ലി എങ്ങനെയോ കഴിഞ്ഞ് കിട്ടി. ഇവിടെ നിന്ന് പാടാൻ കഴിയുമെന്ന് വിചാരിച്ച അല്ലൂരിത ഇതിൻ്റെ മുകളിൽ നിന്ന് പാടാനാണ് കഴിഞ്ഞത്. ഒരു 4-5 ദിവസം കൊണ്ട് പാടിയെടുത്തോ. ഈ പാട്ട് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ കേട്ടോ. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബുക്കിലും അല്ലാതെയൊക്കെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ടീച്ചറുണ്ട്, ദിനകുമാരി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. അവർ ഞങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ച് തന്ന് ഇങ്ങനെ ഓഗസ്റ്റ് 15-നൊക്കെ പാടാൻ വേണ്ടി ഗ്രൂപ്പായിട്ട് കേട്ടോ. അത് പെട്ടെന്ന് ഓർമ്മയിൽ വന്നു കഴിഞ്ഞ ആഴ്ച. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊരു പാട്ട് പഠിപ്പിച്ചിട്ട് നീ പാടുമെന്ന്. അങ്ങനെ കേട്ടോ ഈ പോരാ നാളിൽ പഠിപ്പിച്ചു കൊടുത്ത്. ആദ്യം ഞാനിത് പാടിക്കൊടുക്കുമ്പോൾ വിചാരിച്ച് കുറച്ച് കഷ്ടപ്പാടായിരിക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാം സെറ്റായിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.